നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരിക്കും നോക്കുക. ആദ്യമേ സിംഗിൾ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ ബി എന്ന് പറഞ്ഞ ഈ ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. ഈ കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസിനെ നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ ഒരു ഡെറിവ്ഡ് ക്ലാസ് മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. എ ബി എന്ന് പറഞ്ഞ രണ്ട് ബേസ് ക്ലാസ്സസ് ഉണ്ട്. ഈ ബേസ് ക്ലാസ്സസിനെ സി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇവിടെ സി എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന രണ്ട് ഡെറിവ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസ് ഉണ്ട്. ആ ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഡെറിവ്ഡ് ക്ലാസ് ഉണ്ട്. ആ ഡെറിവ്ഡ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന മറ്റൊരു ഡെറിവ്ഡ് ക്ലാസ് ഉണ്ട്. ഇവിടെ ബി എ ഇൻഹെറിറ്റ് ചെയ്യുന്നു, സി ബി എ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇനി ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണേ, ഈ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്.